എൻ്റെ പാപ്പിക്ക് കിഡ്നി തകരാറാണ്, പെട്ടെന്ന് മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളുടെ പൈസ ഇല്ലാത്തതിനാലാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചു, എൻ്റെ പാപ്പിയുടെ ജീവനെ തിരിച്ചെത്തിക്കണം. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് പൈസ ഒന്ന് സഹായിക്കണം. വാപ്പിന്റെ കണ്ടീഷൻ ഇപ്പൊ ഭയങ്കര മോശമായതിനാലാണ് പെട്ടെന്ന് മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത്. അസ്സലാമലൈക്കും. ഇതെന്റെ മോനാണ്. എനിക്കൊരു നിവൃത്തിയില്ല, ഒറ്റൊരു നിവൃത്തിയില്ല, ഒരു സെന്റ് ഭൂമി പോലില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതാക്കി എന്റെ മോനെന്ന് രക്ഷപ്പെടും. എന്റെ മോന്റെ കയ്യിൽ സൂചി വെച്ച് ഞാൻ എന്നും രാത്രി കരച്ചിൽ തന്നെയാണ്. എന്റെ മോനെ എങ്ങനെയെങ്കിലും നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടുത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുവർക്കം തന്നെ കിട്ടും. എന്തൊരു തേട്ടമാണ്. എനിക്ക് അത്രയും വിഷമമാണ്. ഒരു അന്ത്യമെങ്കിലും ഞാൻ കരയാത്ത ദിവസമില്ല. ഭർത്താവ് കിഡ്നിക്ക് അസുഖമാണ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത്. ഞങ്ങളെല്ലാവരും സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. PMS സലാമാണ്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ മുല്ലാത്ത് വാർഡിലാണുള്ളത്. വളരെ പ്രധാനപ്പെട്ട, വളരെ സങ്കടകരമായ ഒരു വിഷയം നിങ്ങളിലേക്ക് അറിയിക്കാനാണ് ഇവിടെ വലിയൊരു ജനക്കൂട്ടം ഈ രാത്രിയിൽ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. വളരെ പ്രിയപ്പെട്ടവനായ നാടിന് നൊമ്പരമായി മാറിയ അജ്മൽ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവന് വേണ്ടിയാണ്. ഇരുവൃക്കകളും തകരാറിലാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് കുടുംബം ജീവിക്കുന്നത്. 3 മക്കളായിരുന്നു. അതിലൊരു മകൻ ക്യാൻസർ ബാധിതനായി മരണപ്പെട്ടിട്ട് നാളുകളായിട്ടുള്ളൂ. ആ വിഷമം മാറുന്നതിന് മുൻപാണ് അജ്മലിന് വൃക്കരോഗം എന്ന മാരകമായ രോഗം പിടിപെട്ട് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നത്. 1 രൂപയ്ക്കും വഴിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന ആ കുടുംബം കൈനീട്ടത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇതിനു വേണ്ടി ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തതാണ്. ആ പൈസയും MLA ഫണ്ടിൽ നിന്ന് വന്നെല്ലാം കൂടി 6 ലക്ഷം രൂപയോളം അവരുടെ കയ്യിൽ ഉണ്ട്. ഇനി 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അവർക്ക് ആവശ്യമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും സഹായിക്കണം. വലിയൊരു കമ്മിറ്റിയും ജാതി, കക്ഷി, രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും അജ്മലിന് വേണ്ടി ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ആ പ്രിയപ്പെട്ടവന്റെ ജീവന് വേണ്ടിയാണ്. ഇനി 2 ചെറിയ മക്കളാണുള്ളത്. ഭാര്യ, വയസ്സായ ഉമ്മയും വാപ്പയും ഒക്കെയാണ് അവർക്കുള്ളത്. ദയവ് ചെയ്ത് തന്നെ കാണുന്നവരൊക്കെ സഹായിക്കണം. ആലപ്പുഴ എന്ന നാടിനെ കുറിച്ച് നമുക്ക് പറയാതെ തന്നെ അറിയാം. ഒരുപാട് പാവങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. ദയവ് ചെയ്ത് എന്റെ വാക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണം. 100 രൂപകൾ അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം എന്ന് വിനയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ നിങ്ങളടുത്ത് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പ്രതിനിധീകരിക്കുന്ന മഹലിൽപ്പെട്ട എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു സഹോദരനാണ് അജ്മൽ. ഏകദേശം 8 വർഷമായി കിഡ്നി തകരാറായതിൻ്റെ ചികിത്സയിലാണ് അജ്മൽ ഉള്ളത്. ഒരു ഓട്ടോ തൊഴിലാളിയാണ്. മുതിർന്ന കുട്ടി മരണപ്പെട്ടു പോയി അള്ളാഹുവിൻ്റെ ഖലാഇൻ്റെ പേരിൽ. അപ്പോൾ കഴിയുന്നവരെല്ലാം ആ സഹോദരനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, 2 കിഡ്നിയും തകരാറിലായിരിക്കുകയാണ്, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളുടെ എല്ലാവരുടെയും ഒത്തൊരുമ, നമ്മളുടെ ഒരു ഷെയർ, നമ്മളുടെ ഒരു കഴിയുന്നൊരു സഹായം അതിന് നിങ്ങൾ വിനിയോഗിക്കണം. അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന അജ്മലിന് വേണ്ടിയിട്ടാണ്. അജ്മൽ വൃക്കരോഗത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മകനാണ്. ഈ പ്രദേശത്ത് തന്നെ ഉള്ളൊരു മകനാണ്. ഒപ്പം നമുക്ക് എല്ലാവർക്കും ഒരു സഹായമായിട്ട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ സഹായം വേണം. അതിനുവേണ്ടി ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഈ നാടിനോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ടും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരന്മാരെ, എൻ്റെ വാർഡിലുള്ള അജ്മൽ എന്ന് പറയുന്ന സഹോദരൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. സ്വന്തമായിട്ട് വീടുകളും പോലും ഇല്ലാത്ത സഹോദരനാണ്. 8 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വൃക്കരോഗമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം സമ്പൂർണ്ണമായി നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരുടെയും സഹായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, എനിക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കുടുംബമാണ് അജ്മലിൻ്റെ കുടുംബം. ഏറ്റവും നിർധനനായ കുടുംബമാണ്. ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അത്രയും ആവശ്യമുള്ളത് കൊണ്ടാണ്. ഏറ്റവും നിർധനരായ 2 കുഞ്ഞുങ്ങളും ഉണ്ട് അവിടെ. ഈ കുടുംബത്തെ സഹായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഈ കുടുംബത്തിനോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അജ്മലിന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ വെക്കുന്നുണ്ട്. 100% അർഹതപ്പെട്ട കുടുംബമാണ്. ഞാനും നിങ്ങളൊക്കെയാണ് ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കാനുള്ളൂ. ഒരു ജീവിതം നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചാൽ അത്രയും പുണ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും ഷെയറും പ്രാർത്ഥനയും അജ്മൽ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം.